ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ നമ്മളുടെ AMVAയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മളുടെ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ 20 മാർക്കാണ് നമുക്ക് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിട്ടുള്ളത്. 20 മാർക്ക്. അതിൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ട്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്, കേരള ടാക്സ് ആക്ഷൻ ആക്ട് അല്ലേ, അതേപോലെ തന്നെ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 2 ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് എന്നല്ല ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ AMVAയിൽ ചോദിച്ചിട്ടുള്ള 20 ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അതിലെ 4 ഓപ്ഷൻസും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് അത് കറക്റ്റ് എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിയതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ആക്റ്റുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന സിംഗിൾ ലൈൻ കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും. സോ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. In case of vehicle breakdown on highways and major roads, reflective warning triangles shall be placed at the distance of dash behind the broken down vehicle. Option A 10 meters, option B 20 meters, option C 30 meters, option D 50 meters. എന്താ ക്വസ്റ്റ്യന്? വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് നമ്മൾ ഇതാണ്ട് ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നമ്മളൊരു വാഹനം ഒരു റോഡിൽ നമ്മളെ ബ്രേക്ക് ഡൗൺ ആയി, നമ്മളൊരു വാഹനം റോഡിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വാഹനത്തിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുന്നതിൻ്റെ ഫ്രണ്ടിലും പിന്നിലുമായിട്ട്, മുൻഭാഗത്തും പിൻഭാഗത്തുമായിട്ട് നമ്മളെ വാഹനത്തിൽ ഒരു റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ത്രികോണ ആകൃതിയിൽ വാഹനം മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ഒരു ത്രികോണ ആകൃതിയിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മുടെ വാഹനം മേടിക്കുമ്പോൾ നിർമ്മാതാവ് നമുക്ക് തരുന്നുണ്ട്. നിർമ്മാതാവ് അല്ലെങ്കിൽ ഡീലർ നമുക്ക് തരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ടായിട്ടുള്ള സാധനമായിരിക്കും, മടക്കി വെച്ചിട്ടുണ്ടാവും നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കണം. പിന്നിൽ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനങ്ങൾ ഒരു വളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഈ വാഹനത്തിന് ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ഡ്രൈവിങ്ങിൽ അവർ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട്. സോ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ വാഹനം കിടക്കുന്നത്, ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നാണ്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് നമുക്ക്. ഡ്രൈവിംഗ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കുറേ റൂളുകൾ പറയുന്നുണ്ട്, അതിലൊരു റൂളാണ്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ഇപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണ് വെക്കേണ്ടതെന്നാണ്. 10 മീറ്റേഴ്സ്, 20 മീറ്റേഴ്സ്, 30 മീറ്റേഴ്സ്, 50 മീറ്റേഴ്സ്. ആൻസർ മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 50 മീറ്റേഴ്സ്, 50 മീറ്ററിലാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യന് നമുക്ക് വേറെ രീതിയിൽ വരാം. ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ വാഹനം ഇതൊരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ, ഒരു ടണലിൻ്റെ ഉള്ളിലാണ് ഇത് ബ്രേക്ക് ഡൗൺ ആകണമെന്നുണ്ടെങ്കിൽ ഈ 50 മാറും. അവിടെ നമുക്ക് വരിക മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് പ്രകാരം 25 മീറ്ററാണ് നമുക്ക് അവിടെ ആൻസർ വരിക. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ 25 ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ 20 ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 20 ആണ് അവരന്ന് ഫൈനൽ ആൻസർ കീയിൽ വന്നത്. പക്ഷെ നമ്മുടെ റെഗുലേഷൻ പ്രകാരം 25 മീറ്ററാണ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ വരിക. സോ 50 ആണ് ആൻസർ തന്നെ. അപ്പോൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിയോറിറ്റി വിത്തിൻ ദ കാറ്റഗറി ഓഫ് എമർജൻസി വെഹിക്കിൾസ് ഷാൾ ബി ആസ് ഫോളോസ്. ഓപ്ഷൻ എ പറയുന്നത് ആംബുലൻസ്, ഫയർ സർവീസ് വെഹിക്കിൾ, പോലീസ് സർവീസ് വെഹിക്കിൾ. ഓപ്ഷൻ ബി പറയുന്നത് ഫയർ സർവീസ് വെഹിക്കിൾ, പോലീസ് സർവീസ് വെഹിക്കിൾ, ആംബുലൻസ്. ഓപ്ഷൻ സി പറയുന്നത് ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ് സർവീസ്. ഓപ്ഷൻ ഡി പറയുന്നത് ആംബുലൻസ്, പോലീസ് സർവീസ്, ഫയർ സർവീസ്. എന്താണ് ദ പ്രിയോറിറ്റി വിത്തിൻ ദി കാറ്റഗറി ഓഫ് എമർജൻസി വെഹിക്കിൾസ്? എന്താ നമുക്ക് എമർജൻസി ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആംബുലൻസ് ആണെങ്കിലും ഫയർ സർവീസ് ആണെന്നുണ്ടെങ്കിലും പോലീസ് സർവീസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം എമർജൻസി വെഹിക്കിളിൻ്റെ കാറ്റഗറിയിൽ വിടുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളെ മറ്റ് സാധാരണ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു ആംബുലൻസോ ഒരു ഫയറിൻ്റെ സർവീസോ പോലീസിൻ്റെ വാഹനം വന്നു കഴിഞ്ഞാൽ വിത്ത് സൈറനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വാഹനം ലെഫ്റ്റിലോട്ട് ഒതുക്കി ആ എമർജൻസി വരുന്ന വാഹനത്തെ കടത്തി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിലോട്ട് സൈഡിലോട്ട് വാഹനം നിർത്തും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 3 എമർജൻസി വാഹനങ്ങളിൽ ആർക്കാണ് പ്രയോറിറ്റി? ആദ്യം ഏത് വാഹനം? അതായത് ഒരു ജംഗ്ഷനിൽ ഫോർ എക്സാമ്പിളായിട്ട് പറയാം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിലും ഒരു ജംഗ്ഷനിൽ ഒരു ആംബുലൻസും ഒരു പോലീസും
ഒരു ഫയർ സർവീസിന് വാഹനം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം കടത്തിവിടേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ആദ്യം പോകാനുള്ള അവകാശം എന്നുള്ളതാണ്. ഇതും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ ഭാഗത്ത് തന്നെ വരുന്നതാണ്, അതിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് എപ്പോഴും ആർക്കായിരിക്കും അറിയോ? ഫയർ സർവീസിനായിരിക്കും. ഫസ്റ്റ് എപ്പോഴും ഫയറിനായിരിക്കും. ഫയർ വാഹനത്തിനാണ് നമുക്ക് ഫസ്റ്റത്തെ പ്രിയോറിറ്റി വരുന്നത്. രണ്ടാമതാണ് എന്ത് വരുന്നത്? ആംബുലൻസിന് വരുന്നത്. രണ്ടാമതാണ് ആംബുലൻസിന്. മൂന്നാമതാണ് പോലീസിന് വരുന്നത്. നാലാമത് ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് മറ്റു ആവശ്യ സാധനങ്ങൾക്ക്, ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വാഹനങ്ങളുണ്ടല്ലോ, എസെൻഷ്യൽ സർവീസസ് വാഹനങ്ങൾ. ഇപ്പോൾ ഭക്ഷണം കൊണ്ട് പോകുന്ന വാഹനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്ന സ്ഥലത്തോട്ട് ആളുകൾ എത്തിക്കാൻ അങ്ങനെയൊക്കെ പോകുന്ന വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എസെൻഷ്യൽ സർവീസിന് ഉപയോഗിക്കുന്ന ഒരു വാഹനം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയർ, രണ്ടാമത് ആംബുലൻസ്, മൂന്നാമത് പോലീസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് എന്ന് കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് ബി ഉണ്ട്, സി ഉണ്ട്, ദെൻ പോലീസ്, ആംബുലൻസ്, പോലീസ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഫസ്റ്റ് ഫയർ സർവീസ്, ദെൻ ആംബുലൻസ്, ദെൻ പോലീസ് സർവീസ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എമർജൻസി വാഹനങ്ങൾക്ക് ഇടയിലുള്ള പ്രിയോറിറ്റി അല്ലേ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതും മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് ദി വേർഡ് ട്രാഫിക് ഈസ്. ട്രാഫിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ദ മീനിങ് ഓഫ് ദി വേർഡ് ട്രാഫിക് ഈസ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്? വെഹിക്കിൾസ് ഓഫ് എവരി ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ പെഡസ്ട്രിയൻസ്, ഹെർഡഡ് ആനിമൽസ്, ഇൻക്ലൂഡഡ് ആൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആരെല്ലാം ഉൾപ്പെടുന്നതാണ്? വെഹിക്കിൾസ്, എല്ലാ ഡിസ്ക്രിപ്ഷനിലെ വാഹനങ്ങൾ ഉൾപ്പെടും, പെഡസ്ട്രിയൻസ് ഉൾപ്പെടും, അതേപോലെ തന്നെ ഹെർഡഡ് ആനിമൽസ് ഉൾപ്പെടും അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയതാണ് എന്ത് പറയുന്നത്? ഒരു ട്രാഫിക് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവരെല്ലാം കൂടി, റോഡിലുള്ള ആനിമൽസ് ആണ് ആനിമൽസ്, പെഡസ്ട്രിയൻസ് ആണ് പെഡസ്ട്രിയൻസ്, സൈക്കിൾ റിക്ഷകൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള റിക്ഷകൾ, എല്ലാവിധ വാഹനങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? ഒരു ട്രാഫിക് എന്ന് പറയുന്നത്. ട്രാഫിക്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ വെഹിക്കിൾ മേ ബി ഓവർടേക്കൺ ഫ്രം ദ ലെഫ്റ്റ് ഈഫ്. ഒരു വാഹനം ഇടത് വശത്തു കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഈഫ് കാരണങ്ങൾ താഴെ 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇതിൽ ഏത് ഓപ്ഷന് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്കൊരു വാഹനം ഇടത് ഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമുക്ക് ഏത് വാഹനമാണെങ്കിലും വലത് വശത്ത് കൂടെ അല്ലേ, നമ്മളെപ്പോഴും വാഹനം ഓവർടേക്ക് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത് അല്ലേ. റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത് ഒരു വാഹനം. അപ്പോൾ നമുക്കൊരു വാഹനത്തെ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാം. അതിനുള്ള കാരണങ്ങൾ: എ വെഹിക്കിൾ വിച്ച് ഈസ് ഓവർടേക്ക് ആൻഡ് the vehicle which is to be overtaken are both driving in a multi-lane road, and the vehicle ahead can be safely overtaken in the marked lane to the left of the vehicle being overtaken. അല്ലേ, എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനവും നമുക്ക് ഓവർടേക്ക് ചെയ്യേണ്ട വാഹനവും നമ്മളുടെ വാഹനവും ഒരു മൾട്ടി ലൈൻ റോഡിലൂടെയാണ് പോകുന്നത് എങ്കിൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. then അടുത്തത്, the vehicle to be overtaken is either turning right or making a U-turn from the center of the road and giving to a signal to turn, and it would be safe to overtake from its left. ഒരു വാഹനം റോഡിന്റെ സെൻറ്ററിൽ നിർത്തിയിട്ട് വലതുവശത്തേക്ക് തിരിയാനോ അല്ലെങ്കിൽ വലതുവശത്തേക്ക് തിരിയാനോ അല്ലെങ്കിൽ യു ടേൺ എടുക്കാനോ വേണ്ടിയിട്ട് റോഡിന്റെ ഏറ്റവും വലതുവശത്തുള്ള ട്രാക്കിൽ നിർത്തിയിട്ട് ഇരിക്കുകയാണ്. ഇടതുവശത്ത് കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സേഫ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാം എന്നാണ് ബിയിൽ പറയുന്നത്. സി പറയുന്നത്, ദ വെഹിക്കിൾ ടു ബി ഓവർടേക്കൻ അറ്റ് എ സ്റ്റേഷനറി ആൻഡ് ഇറ്റ് ഈസ് സേഫ് ടു പാസ് ഫ്രം ദി ലെഫ്റ്റ്. വാഹനം റോഡിൽ സെൻറ്ററിൽ നിർത്തിയിട്ടിരിക്കുകയാണ്, സ്റ്റേഷനറിയാണ്, മൂവ് ചെയ്യുന്നില്ല. നമുക്ക് ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാനുള്ള സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും നമ്മൾ നോർമലി പറയാറുള്ളത് നമുക്കൊരു വാഹനം വലതുവശത്തൂടെ മാത്രമേ ഒരു വാഹനത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാം. ഏതൊക്കെ കണ്ടീഷനിലാണ്? നേരത്തെ പറഞ്ഞത്, ഒരു മൾട്ടി ലൈനിലൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ അല്ലേ, ഇടതുവശത്ത് കൂടെ നമ്മൾ ആ വാഹനം ഓടിക്കുന്ന ട്രാക്കും നമ്മൾ ഓടിക്കുന്ന ട്രാക്കും വേറെയാണെന്നുണ്ടെങ്കിൽ, ലൈനും വേറെയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തത് യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ടോ വലത്തോട്ട് തിരിയാനോ റോഡിന്റെ സെൻറ്റർ ഭാഗത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലതുവശത്തോട്ട് ചാരി നിർത്തിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ വാഹനം അവിടെ സ്റ്റേഷനറി നിൽക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല, നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ സേഫാണ്. ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാൻ സേഫ് ആണെങ്കിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
പറയുന്നത് ഇറ്റ് വുഡ് ബി സേഫ് ടു ഓവർടേക്ക് ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ് അല്ലേ. ഇഫ് സേഫ് ടു പാസ് ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ്, ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടതുവശത്ത് കൂടെ ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി, ഇൻ ഓൾ ദി അബോവ് സർക്കംസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ദ ഡ്രൈവർ ഷാൾ സ്വിച്ച് ഓൺ ദി ഫോഗ് ലൈറ്റ് ഹെഡ് ലാംപ്സ് ഓൺലി when the visibility is considerably affected due to fog, dust, rain or snow and to be used along with dash. Dipped headlamps, high beam, extra light, spot light. എന്താ പറയുക, നമുക്ക് ഒരു ഡ്രൈവർക്ക് ഫോഗ് ലൈറ്റ് ഹെഡ് ലാംപ്സ് ഓൺ ചെയ്യാം, ഫോഗ് ലൈറ്റ്സ് യൂസ് ചെയ്യാം. എപ്പോഴൊക്കെയാണ്, കൺസിഡറബിളി എഫക്റ്റഡ് ഡ്യൂ ടു ഫോഗ്, അതേപോലെ തന്നെ ഡസ്റ്റ്, റെയിൻ ഓർ സ്നോ അല്ലേ. ഈ കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് ഡ്രൈവർക്ക് ഫോഗ് ലാമ്പ് യൂസ് ചെയ്യാം. ഏതിൻ്റെ കൂടെ, എലോങ് വിത്ത് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്പ്ഡ് ഹെഡ് ലാംപ്സ്, ഹൈ ബീം ഇട്ടിട്ട് ഫോഗ് ലാമ്പ് ഇടുക, ഹെഡ് ലൈറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഫോഗ് ലാമ്പ് ഇടുക, എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ട് ഫോഗ് ലാമ്പ് ഇടുക, അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റ്. ഏതായിരിക്കും, ഡിപ്പ്ഡ് ഹെഡ് ലൈറ്റ് അല്ലേ. അതായത് ഡിപ്പ്ഡ് ഹെഡ് ലൈറ്റിൽ ബ്രൈറ്റ് ഹെഡ് ലൈറ്റ് ഇടാൻ പറ്റൂല, ഡിപ്പ് ഹെഡ് ലൈറ്റിൻ്റെ കൂടെ ഡ്രൈവർക്ക് എന്ത് ചെയ്യാം, ഫോഗ് ലാമ്പ് ഇടാം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ റെഗുലേഷൻസിൻ്റെ എല്ലാ ഭാഗത്ത് വരുന്ന സമയത്ത് എന്ന് പറയുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നോ പേഴ്സൺ ഷോൾ ബി ഗ്രാൻഡഡ് എ ലേണേഴ്സ് ലൈസൻസ് ടു ഡ്രൈവ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ unless he has held a driving license to drive a light motor vehicle for at least dash 2 years, 1 year, 3 year, 6 months. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് കൺസെപ്റ്റിനെ മനസ്സിലാക്കി വെച്ചാൽ. അതായത് ഒരു നോ പേഴ്സൺ ഷാൾ ബി ഗ്രാൻഡഡ് ലേണേഴ്സ് ലൈസൻസ് ടു ഡ്രൈവ് ട്രാൻസ്പോർട്ട് വാഹനം, ഒരാൾക്ക് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലേണേഴ്സ് ലൈസൻസ് നൽകില്ല. എപ്പോൾ നൽകില്ല, അൺലെസ് ഹി ഹാസ് ഹെൽഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഫോർ അറ്റ്ലീസ്റ്റ്. അത് ഒരു LMV ലൈസൻസ് എടുത്തിട്ട്, നമ്മൾ ഇപ്പോൾ LMV എന്ന് പറയേണ്ട ട്രാൻസ്പോർട്ട് ലൈസൻസും നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസും ആണ്. അപ്പോൾ നോൺ ട്രാൻസ്പോർട്ട് ലൈസൻസ് എടുത്തിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തിട്ട് 1 വർഷം കഴിയാതെ അയാൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലേണേഴ്സ് ലൈസൻസ് നൽകൂല, അല്ലെങ്കിൽ ലൈസൻസ് നൽകൂല എന്നുള്ള പറഞ്ഞോ. അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും നോർമൽ LMV എടുത്തിട്ട് ആയിരിക്കണം, എങ്കിലേ ഹെവി കൊടുക്കുള്ളൂ. അതായത് ഒരാൾ എന്ത് ചെയ്യാണ്, ഒരു 20ാമത്തെ വയസ്സിലാണ് അയാളുടെ LMV ലൈസൻസ് എടുക്കുന്നത്. അയാൾ നേരെ പോവാണ് ഒരു 20.5 വയസ്സ്, ഒരു 6 മാസം കഴിഞ്ഞേക്കിന് പോയിട്ട് അയാൾ എന്ത് പറയാണ്, എനിക്ക് ഹെവി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യില്ല, ഹെവി ലൈസൻസ് കിട്ടൂല. കിട്ടൂല അതാണ് പറയുന്നത്. അയാൾ ഹെവി ലൈസൻസ് എടുക്കാതെ മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 20 ആണ്, പക്ഷെ എനിക്ക് 20 കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയാൽ കിട്ടില്ല. LMV എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞിരിക്കണം. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. സിമ്പിൾ സാധനമാണ്, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഒബ്റ്റെയിനിങ് എ ഡ്രൈവിംഗ് ലൈസൻസ് ടു ഡ്രൈവ് എ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അറ്റ് ദി ഏജ് ഓഫ് കംപ്ലീറ്റിംഗ് 18 years and 1 month be effective for a period dash. Option 20 years until the date on which such a person attains age of 50 years, until the date which a person attains age of 40 years, 10 years. അതായത് 18 വയസ്സും 1 മാസവും കഴിഞ്ഞ ഒരാൾ, അതായത് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അയാൾക്ക്, അതായത് തന്നെ 1 മാസം, അതായത് നമുക്ക് 18 വയസ്സെന്ന് എഴുതാം. 18 വയസ്സും 1 മാസവും കഴിഞ്ഞ ഒരാൾ ലൈസൻസ് എടുക്കാൻ പോയി അല്ലേ. അപ്പോൾ അയാൾക്ക് ലൈസൻസ് നൽകിയ സമയത്ത് എത്ര വർഷത്തേക്ക്, അല്ലെങ്കിൽ അയാൾ എത്ര വർഷത്തേക്കാണ് ലൈസൻസ് നൽകുക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ അയാൾക്ക് 40 വയസ്സ് വരെ അയാൾക്ക് നൽകുന്ന ലൈസൻസിൻ്റെ ഏജ് എന്ന് പറയുന്നത് അയാളുടെ 40ാമത്തെ വയസ്സ് വരെ ആയിരിക്കും. 40ാമത്തെ വയസ്സ് വരെ കേട്ടോ, 40ാമത്തെ വയസ്സ് വരെ അയാൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കും. ഇത് നമ്മളൊരു ഏജിൻ്റെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, ആ ക്രൈറ്റീരിയ പ്രകാരം തന്നെ പഠിക്കണം. 18 വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ എടുക്കുന്ന ആൾക്ക് അയാളുടെ 40ാമത്തെ വയസ്സ് വരെയാണ് എന്ത് ചെയ്യുക, ലൈസൻസ് ലഭിക്കുക. 40ാമത്തെ വയസ്സ് വരെയാണ് ലഭിക്കുക. ഈ 30 മുതൽ അടുത്ത 31 അല്ല, 30 കഴിഞ്ഞിട്ട് 31 മുതൽ 50 വരെ എടുക്കുന്ന ആൾക്ക് 10 വർഷത്തേക്കാണ് അയാൾക്ക് ലൈസൻസ് കൊടുക്കുക. 10 വർഷത്തേക്ക്.
ദെൻ 50 മുതൽ 55 വയസ്സ് വരെ ഉള്ള ആൾക്ക് അയാളുടെ 60ാമത്തെ വയസ്സ് വരെയാണ് ലൈസൻസ് കൊടുക്കുക. 50 മുതൽ 55 വരെയുള്ള ആളുകൾക്ക്. അടുത്തത് 55 മുകളിലുള്ള ആളുകൾക്ക്, 55 എബോ ഉള്ള ആളുകൾക്ക്, 55 മുകളിലുള്ള ആളുകൾക്ക് അവർക്ക് ലൈസൻസ് കൊടുക്കുക അടുത്ത 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്കാണ്. പിന്നെ ഓരോ 5 വർഷം കഴിയുമ്പോൾ പുതുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അങ്ങനെ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കണം നമുക്ക് എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഏത് ഏജിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ആസ് പെർ ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, എ ലൈസൻസ് ടു ഡ്രൈവ് എ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ക്യാരിയിങ് ഹസാർഡസ് ഗുഡ്സ് ഈസ് ഇഷ്യൂഡ് ഫോർ എ പീരിയഡ് ഓഫ് 1 year, 2 year, 3 year, 5 year. അതായത് എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരം ഒരു ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ലൈസൻസ്, നമ്മൾ ഹസാർഡ് ലൈസൻസ് എന്ന് പറയും അല്ലേ ഷോർട്ടായിട്ട്, ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിന് ഉപയോഗിക്കാവുന്ന, ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഉപയോഗിക്കാവുന്ന ലൈസൻസ് അയാൾക്ക് നൽകുന്നത് എത്ര വർഷത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഹസാർഡ് ലൈസൻസിൻ്റെ വാലിഡിറ്റി എത്ര വർഷത്തേക്ക് ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി 3 വർഷത്തേക്കാണ് നൽകുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നോർമലി നമുക്കൊരു ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? 5 years ആണ് അല്ലേ. നോർമലി ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ നമുക്ക് അറിയാം, ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി പറയുന്നത് 5 years ആണ്. ഒരു ഹസാർഡസ് വാഹനമാണെങ്കിൽ, ഹസാർഡസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇഫ് ദ അപ്ലിക്കൻറ്റ് ഫോർ റിന്യൂവൽ ഈസ് മെയ്ഡ് മോർ ദാൻ ഡാഷ് after the driving license has ceased to be effective, the applicant has to pass the test of competence to get the driving license renewed. Option 1A 1 month, option B 1 year, option C 3 year, option D 5 years. എന്താ പറഞ്ഞില്ലേ? ഒരാൾ ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തു, പക്ഷേ അയാളുടെ ലൈസൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ലൈസൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷം അയാൾ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് വേണ്ടി വരും? അയാൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? ടെസ്റ്റ് പാസ്സായിരിക്കണം. അയാൾക്ക് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടണമെങ്കിൽ വീണ്ടും ടെസ്റ്റ് പാസ്സായിരിക്കണം. അതാണ് പറയുന്നത്. വീണ്ടും ടെസ്റ്റ് എത്ര വർഷത്തേക്ക്? എത്രയാണ്? 1 വർഷമാണ് കേട്ടോ. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1 വർഷം. 1 year. 1 year കഴിഞ്ഞിട്ടാണ് അയാൾ റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ള പറയും കേട്ടോ. അതിന് 1 year എന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പേപ്പറിൽ 365 days എന്ന് പറഞ്ഞിട്ടും തരാം കേട്ടോ. അപ്പോൾ ഏതാണോ കറക്റ്റ് ഓപ്ഷൻസ് ഉള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ദെൻ ഈ ഒരു സെക്ഷനിലെ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇതിലൊരു 10 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. സോ 10ാമത്തെ ക്വസ്റ്റ്യന്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഓഫ് വെഹിക്കിൾസ് ഫോർ ദി പർപ്പസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആസ് പെർ ദ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 ആട്ടോ വരുന്നത്. 10(2) ഓഫ് ദി മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 10 പറയുന്നത്, സെക്ഷൻ 10 എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഫോംസ് ആൻഡ് കണ്ടൻസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസിലെ കണ്ടൻസ് എന്തൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും കുറേ എന്താ പറയുക, ക്ലാസ് ഓഫ് വെഹിക്കിൾ, നമ്മൾ ഏത് ഡിസ്ക്രിപ്ഷനിലുള്ള ഏത് ക്ലാസ്സിലുള്ള വാഹനമാണ് നമ്മൾ ഓടിക്കാൻ നമുക്ക് അർഹത ഉള്ളത് നമ്മുടെ ലൈസൻസിൻ്റെ പിന്നിലുണ്ടാവും. മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ അല്ലേ, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, അതേപോലെ LMV, HPMV, HGMV അല്ലേ, അങ്ങനെ ഉണ്ടാവും. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലേ, എക്സ്കവേറ്റർ ഉള്ള ആൾക്കാർക്ക് എക്സ്കവേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇതിൽ ഉൾപ്പെടാത്ത സാധനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ എ പറയുന്ന മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ഓപ്ഷൻ ബി പറയുന്ന അഡാപ്റ്റഡ് വെഹിക്കിൾ, ഓപ്ഷൻ സി പറയുന്ന ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ഓപ്ഷൻ ഡി പറയുന്നത് മീഡിയം ഗുഡ്സ് വെഹിക്കിൾ. ഏതാണ് ഈ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ള പേരിൽ എന്തില്ല, ഒരു കാറ്റഗറി നിലവിൽ ഇല്ലല്ലോ. ബാക്കിയെല്ലാം ഉണ്ടാവും, ബാക്കിയെല്ലാം അതിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ
നിങ്ങൾ AMVയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് CCയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലോ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ തവണ AMV എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സിലെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ നിന്നും അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് നിന്നും വന്നിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് AMV എക്സാമിന് എഴുതുന്നവർ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇതേപോലുള്ള വീഡിയോകൾ ഇനിയും നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.